സാർ, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2-3 മാസം കിടക്കുകയാണ്. ഇപ്പോഴേ കോൺഗ്രസ് ആണ് അധികാരത്തിലേക്ക് വരുന്നത്, UDF ആണ് കേരളം ഭരിക്കാൻ പോകുന്ന രീതിയിലുള്ള നാരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം CPMൻ്റെ മുതിർന്ന നേതാവായ AK ബാലൻ പറയുന്നു, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. ഇതിന് പിന്നിൽ ഒരു ദുഷ്ടലാക്കില്ലേ? അതുണ്ട്. കാരണം ഇപ്പോൾ VD സതീശൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് CPM കുറേ നാളായി നടത്തി വരുന്ന ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടല്ലോ, മുസ്ലിം ലീഗിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നല്ലൊരു പ്രതികരണം ഇന്നലെ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മലപ്പുറത്തും വയനാട്ടിലും ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയല്ലേ അതെ വെള്ളാപ്പള്ളി പറയുന്നത്. അദ്ദേഹം ആ ജില്ലകളിലൊക്കെ ചോദിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, ബാറുകളായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടുത്തെ SNDP യൂണിയനൊക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദിച്ച ബാറും ഒക്കെ കൊടുത്തിട്ടുണ്ട് സർക്കാരിന്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നപ്പോഴും. അതിരിക്കട്ടെ, ഇത് സതീശൻ പറയുന്നത് മുമ്പ് അവിടെ മറ്റേ ഗുജറാത്തിൽ BJP മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഹമ്മദ് പട്ടേലായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻ ഇത് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. ഇപ്പോൾ അത് സതീശൻ പറഞ്ഞില്ലെങ്കിൽ പോലും AK ബാലന് എവിടുന്ന് കിട്ടി ജമാഅത്തെ ഇസ്ലാമി തിയറി? ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക? UDF അധികാരത്തിൽ വന്നാൽ വേറെ കുറെ കാര്യങ്ങൾ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നത് നമുക്കറിയാം. ഇപ്പം മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തെക്ക് അവര് കുറച്ച് ഇപ്പോൾ മറ്റേ കളമശ്ശേരിയിലും മട്ടാഞ്ചേരിയിലും മറ്റേ അദ്ദേഹം ഇപ്പം മരിച്ചുപോയല്ലോ, അദ്ദേഹം മറ്റേ സ്ഥാനാർത്ഥിയായി ജയിക്കുകയൊക്കെ ചെയ്തിരുന്നു. കുറേയും കൂടി തെക്ക് ലീഗിന് സീറ്റുകൾ വേണം എന്ന് പറഞ്ഞാൽ ഓൾ കേരള പാർട്ടി ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്തവണ കുറച്ച് സ്ത്രീകളെയൊക്കെ അല്ലേ, ജയന്തി രാജനെയൊക്കെ മത്സരരംഗത്ത് ഇറക്കുന്നു എന്നൊക്കെ ഉണ്ട്. പിന്നെ സാധാരണഗതിയിൽ അവർ 5ാമത്തെ മന്ത്രിസ്ഥാനം ചോദിക്കും, മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. ഇതൊന്നും ഞങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ സമ്മർദ്ദമൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. കാരണം ഈ മുസ്ലിം ലീഗിനെ വെച്ച് തന്നെ ഈ സാധനങ്ങൾ പറയുന്നത്, ഈ വർഗീയ ധ്രുവീകരണം വരുത്താൻ ശ്രമിക്കുന്നത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് AK ബാലൻ. ജമാഅത്തെ ഇസ്ലാമി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഫിറ്റ് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയോ SDPയോ ഒക്കെ രണ്ട് മുന്നണികൾക്കും മാറി മാറി വോട്ട് കൊടുത്തിട്ടുള്ള ആളുകളല്ലേ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നുള്ളൊരു നിലപാട് CPM ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും LDF മേടിച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? അവർ തന്നെ തുറന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് 2000 വോട്ട് 1000 വോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വലിയ സ്വാധീനമൊന്നും ഉള്ളതല്ലോ. SDP ഒക്കെ നമ്മൾ നോക്കിയാൽ ചില സ്ഥലത്ത് 5000 വോട്ട് ഒക്കെ കാണും. വലിയ വോട്ടുകളൊന്നും ഉള്ള ആളുകളല്ല, പക്ഷെ അതും ഒരു നിർണായകമാണ്. കാരണം ചിലയിടത്ത് 600 വോട്ടിനും 1000 വോട്ടിനും ഒക്കെ ആണല്ലോ ജയിക്കുക. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഈ മൊത്തത്തിൽ ഈ ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി, അതായത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വം, അതായത് മറ്റേ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഇപ്പം മമതാ ബാനർജി പയറ്റുന്നുണ്ടല്ലോ. അവർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലൊരു ക്ഷേത്രം അവിടെ പണിതു. ഇനി ഒരു രാമക്ഷേത്രം പണിയാൻ പോകുന്നു, വേറൊരു ദുർഗാക്ഷേത്രം പണിയാൻ പോകുന്നു. 2 ക്ഷേത്രങ്ങളും കൂടി അവിടെ വരാൻ പോകുന്നു. അവിടെ അമിത്ഷാ നേരിട്ട് പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കും എന്നുള്ളത്
അവിടെ കുറെ നാൾ മാറി നിന്നിരുന്ന BJP-യിൽ നിന്ന് ദിലീപ് ഘോഷ് നേരത്തെ അവിടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു. പക്ഷെ നേതൃത്വമായിട്ട് അകന്ന് മാറി നിൽക്കുകയായിരുന്നു. ദിലീപ് ഘോഷിനെ അമിത്ഷാ വിളിച്ചു വരുത്തി അവിടെ പ്രചാരണ ചുമതലയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നേരിട്ട് അമിത്ഷാ തന്നെ കളത്തിലാക്കിയിരിക്കുമ്പോൾ അവിടെ മൃദു ഹിന്ദുത്വ പയറ്റുന്നു. ആ ലൈനാണ് ഇവിടെ പിണറായി വിജയനും CPM നയിക്കുന്നത്. കാരണം BJP-യെ പേടിച്ചിട്ട് ഹിന്ദു വോട്ടുകൾ കാൽച്ചുവട്ടിൽ നിന്ന് മാറുന്നു, ഈഴവ വോട്ടുകൾ മാറുന്നു. അപ്പൊ ഈ കേരളത്തിൽ ഹിന്ദു പാർട്ടിയായിട്ട് CPM നിന്നുകൊണ്ടാണ് BJP ഇവിടെ വളരാതിരുന്നത്, ക്ലച്ച് പിടിക്കാതിരുന്നത്. അത് എല്ലാ കാലത്തും EMSന്റെ കാലത്ത് അങ്ങനൊരു നയം എടുത്ത് ഹിന്ദു വോട്ടുകൾ എല്ലാ കാലത്തും സമാഹരിച്ച് പോന്നിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയന്റെ കാലത്ത് തിരിച്ച് മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞൊരു ലൈൻ എടുത്തിട്ട് ഒരു ഗുണമില്ലാതെ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ ദൃശ്യമായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് ഈ ജയ് ഹിന്ദ് എന്നുള്ളത് മുസ്ലിം ഉണ്ടാക്കിയതാണ് മുദ്രാവാക്യം, ഇങ്ങനെ പലതും ഇല്ലേ നരേറ്റീവ്സ്, വ്യാജ നരേറ്റീവ്സ്. ഈ KT ജലീൽ പറഞ്ഞു കൊടുത്ത മണ്ടത്തരങ്ങളൊക്കെ പിണറായി വിജയൻ പറഞ്ഞു നടന്ന് പുലിവാലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നടക്കില്ല എന്നുള്ളതുകൊണ്ട് ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കുക, പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധ ആഖ്യാനം ഈ തെരഞ്ഞെടുപ്പിൽ CPM കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ തീവ്ര സൂചനയാണ് ഈ ബാലൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആഭ്യന്തര മന്ത്രിയാവും എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ അത്ര സുദൃഢമായ ബന്ധമുണ്ടോ കേരളത്തിൽ? ഇല്ല. മുസ്ലിം ലീഗ് എപ്പോഴും പറയാറുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റേ SDPIക്കും ഒന്നും വലിയ സ്വാധീനമൊന്നും ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളത്. ഇരു സംഘടനകളും തീവ്രമായ ആശയങ്ങൾ വെച്ചു പുലർത്താണ്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അനുകൂലിച്ച് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു സോഫ്റ്റ് നിലപാടാണുള്ളത്. ഇതര മതസ്ഥരോട് തീവ്രതയില്ല. അപ്പോൾ അതിൽ തന്നെ തീവ്രത വേണ്ട ആളുകളുണ്ട്, ആഗ്രഹിക്കുന്ന ആളുകൾ. അവരെ സ്വാഭാവികമായിട്ടും പണ്ട് PDPക്കാർ സ്വാധീനിച്ചു, NDFകാർ സ്വാധീനിച്ചു എന്ന് പറയുന്ന പോലെ അവരിൽ ഈ തീവ്ര നിലപാടുള്ളവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒപ്പം തന്നെ SDPക്കാരും. ഇതിൽ തന്നെ ഇപ്പം നമ്മുടെ തെക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ട രീതിയിലുള്ള സ്വാധീനമില്ല, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ സ്വീകരിക്കുന്നത്. എന്നിട്ടും ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട് ലോകമെമ്പാടും ഒരു ഇസ്ലാം ഭരണം വരണമെന്നൊക്കെയല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇവരെ ചിത്രീകരിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. നിലമ്പൂരിൽ എൻ്റെ ഓർമ്മ സ്വരാജ് പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതും നിലമ്പൂരിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പല സ്ഥലത്തും ഹിന്ദു ഭൂരിപക്ഷമാണല്ലോ. അതെ, നമുക്ക് തോന്നും പല സ്ഥലവും അങ്ങനെയല്ല എന്ന്. നിലമ്പൂരിൽ ഹിന്ദുക്കളല്ലേ ഭൂരിപക്ഷം, അവിടെയും ഹിന്ദു വോട്ട് സമാഹരിക്കാൻ വേണ്ടി പറയുന്നതാണിത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞത് കൊണ്ട് ഹിന്ദു വോട്ടിൽ പ്രത്യേകിച്ച് സമാഹരണമൊന്നും നടക്കാൻ പോകുന്നില്ല, തെറ്റിദ്ധാരണയാണത്. ഇപ്പോൾ നേമം പോലൊരു മണ്ഡലത്തിൽ CPM ജയിക്കാൻ പോകുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുസ്ലിം ലീഗിനെതിരെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നിരിക്കട്ടെ, തിരിച്ച് ഹിന്ദു വോട്ട് കിട്ടുമോ? അത്തരം സ്ഥലങ്ങളിൽ കിട്ടില്ല. മാറിപ്പോയ വോട്ടുകൾ കിട്ടുമോ? കാരണം മുസ്ലിം പ്രീണനം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമായി 1957 മുതൽ കാണുന്നതല്ലേ. അതെ, 1967 EMS മന്ത്രിസഭ പോകുന്ന പോക്കിലല്ലേ, ജൂണിലോ മറ്റോ 69 മറ്റേ മലപ്പുറം ജില്ല കൊടുക്കുന്നത്. അതിനു മുമ്പ് നാദാപുരം ഉപതെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ PSCയിൽ ജോലി, മുസ്ലിങ്ങൾക്ക് തൊഴിൽ സംവരണം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നേ ചെയ്യുന്നത്. ഭരണഘടനാ വിരുദ്ധമാണിത്. ഭരണഘടനയിൽ ഹിന്ദു മതത്തിലെ SC/ST വിഭാഗങ്ങൾക്ക് മാത്രമാണ് സംവരണം, മതസംവരണം പറഞ്ഞിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് സംവരണം കൊണ്ടുവന്ന് ആദ്യമായിട്ട് കേരളത്തിലാണ്. ഭരണഘടനാ വിരുദ്ധമാണത്. അതൊക്കെ ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ മലബാറിലെ മുസ്ലിം വോട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളാണത്. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും ചരിത്രപരമായി നോക്കിയ മുസ്ലിം പ്രീണനത്തിൻ്റെ മുമ്പിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുള്ളതാണ്. ഞങ്ങൾ ലൈൻ മാറ്റുന്നു എന്ന് തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്ക് പുട്ടിന് പീര് പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനമാണുള്ളത്? ഇനി തിരിച്ച് നമുക്ക് ഇത്തരം ചീള് വർത്താനാണെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. മാധ്യമം വാരികയിൽ അല്ലേ ബ്രിട്ടാസ് പങ്ക്തി എഴുതിയിട്ടില്ലേ, ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞിട്ട്? അതെന്താ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഈ കമ്മ്യൂണിസ്റ്റ് പാതയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അവർ പല ട്രിക്കും അവരായിട്ട് ചെയ്യുന്നുണ്ടാവും ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് ഗുണം ഉണ്ടാവുന്ന കാലത്ത് CPM ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടന്നിട്ടുണ്ട്. SDP കൊണ്ട് എന്തിന്? മദനിയെ കൊണ്ടു നടന്നിട്ടുണ്ട്. മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ പിന്നാലെ തീവ്രവാദം പറഞ്ഞു നടന്ന, കാരണം മുസ്ലിം ലീഗിൻ്റെ നിലപാട് ശരിയായില്ല, തീവ്ര നിലപാട് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇബ്രാഹിം സുലൈമൻസ് ആക്ട് ലീഗിൽ നിന്ന് പോകുന്നത്. എന്നിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപവൽക്കരിക്കുന്നു. അന്ന് സേട്ടും മദനിയും ഒക്കെ ഒരുപോലെ തന്നെയാണ്, ജിന്നയെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന ഒരു ലേഖനം ദേശാഭിമാനിയിൽ EMS എഴുതിയിരുന്നു. ആ സേട്ടിനെയും മദനിയെയും ഒക്കെ താരതമ്യം ചെയ്ത് ഇവരൊക്കെ നല്ല ആളുകളാന്ന് പറഞ്ഞിട്ടൊരു ലേഖനം EMS എഴുതി. ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് സുർജിത്ത് വന്നിട്ട് പിന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് പരസ്യമായിട്ട് അത് തള്ളി പറയുന്ന യോഗം ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. EMSനെ അങ്ങനെ പരസ്യമായിട്ട് ശാസിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ തീവ്രത പറഞ്ഞ PDP, തീവ്രത പറഞ്ഞ INL അല്ലേ? INLകാരെ സ്വതന്ത്രരായിട്ട് പാർട്ടി നിർത്തിയിട്ടുണ്ടല്ലോ 5-6 സീറ്റുകളിൽ. അതുപോലെ തന്നെ PDPയെ കൊണ്ടു കിടന്നിട്ടില്ലേ ശംഖുമുഖത്തൊക്കെ ഒരുമിച്ച് വേദി കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ പല കാലത്തും ഈ തീവ്ര നിലപാടുകളില്ല. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ തീവ്ര നിലപാടല്ലേ PDPക്ക് ഉണ്ടായിരുന്നത്, മദനിക്കും. അത് മദനിയും കൊണ്ട് കിടന്നിട്ടില്ലേ ഈ പാർട്ടി. പിന്നെ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ ബാലനെ കൊണ്ട് പിണറായി പറയിപ്പിച്ചിട്ട് എന്ത് വിശേഷം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.